ഞാൻ വടകരയിൽ സ്നേഹം കണ്ടു, വടകരയിലെ സ്നേഹം ഷാർജയിൽ കണ്ടു, വടകരയിലെ സ്നേഹം ഞാൻ ഇന്ന് ദോഹയിലും കണ്ടു. ആവേശകരവും ആത്മാർത്ഥമായ പ്രതികരണം. എല്ലാം സാധാരണക്കാരാണ്. ഈ ഹാള് തിങ്ങി നിറഞ്ഞു വന്നിരുന്നതെല്ലാം പാവപ്പെട്ടവൻ സാധാരണക്കാരനായിരുന്നു. അപ്പോൾ അവരുടെ പിന്തുണ എന്ന് പറയുമ്പം ദാറ്റ് മീൻസ് എ ലോട്ട്. അത് തീർച്ചയായിട്ടും വടകരയ്ക്ക് വേണ്ടി ഒരവസരം കിട്ടുകയാണെങ്കിൽ കൂടുതൽ പ്രവർത്തിക്കാൻ, പ്രവാസ ലോകത്തിന് വേണ്ടി ശബ്ദം വരുത്താൻ കഴിയാവുന്ന തരത്തിലുള്ള എത്രയോ വർഷങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സ്നേഹം ഓൾറെഡി അവർ നൽകി കഴിഞ്ഞു. ഞാൻ പറയുന്ന എൻ്റെ ഒരു സമീപനം, അവരുടെ സാമ്പത്തിക ഭദ്രതയെ അത് ബാധിക്കില്ലെങ്കിൽ, അവർ വലിയ ബാധ്യതയിലും പ്രയാസത്തിലും പെട്ട് കുടുങ്ങി വോട്ട് ചെയ്യാൻ വന്നതിൻ്റെ പേരിൽ, അപ്പോൾ അവർക്ക് അത്രയും വലിയ ദുരിതത്തിലേക്ക് അവർ വീഴുന്നില്ലെങ്കിൽ ചെറുതായിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ റിക്വസ്റ്റും കൊണ്ടാണ് ഇവിടെ വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സ്ഥാനാർത്ഥികളോ മാത്രം ഇൻവോൾവ് ആവുന്ന, വോട്ട് ചെയ്യാമെന്ന് മാത്രമുള്ള തരത്തിലൊരു തെരഞ്ഞെടുപ്പല്ല. ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തോട് സ്നേഹമുള്ള എല്ലാ പൗരന്മാരും യഥാർത്ഥത്തിൽ ഇടപെടേണ്ട, വ്യക്തമായി തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ അവർ വന്നാൽ നല്ലതാണെന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, വെക്കേഷനാണ്. ചില കുടുംബങ്ങൾക്കാകെ ഈ സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എല്ലാവരും വലിയ സൗകര്യങ്ങളിലല്ലല്ലോ. പ്രവാസി എന്ന് പറയുമ്പോൾ എല്ലാവരും പുറത്തുനിന്ന് കാണുന്ന പോലെ വലിയ സൗകര്യമില്ല. ആ വർഷത്തിൽ ആകെ ഒരു മാസമൊക്കെ ആയിരിക്കും ചിലപ്പം കുടുംബം ഒന്നിച്ച് കഴിയാൻ പറ്റുക. അപ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ട. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അത്ര നിർണായകമായതുകൊണ്ട് അത് കുറച്ച് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അവരോട് അഭ്യർത്ഥിക്കുന്നത്. പിന്നെ ഫ്ലൈറ്റ് ചാർട്ടർ അങ്ങനെയൊന്നുമില്ല. പക്ഷേ കുറഞ്ഞ റേറ്റിൽ ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ കയറി വരാൻ പറ്റുമോ എന്നുള്ളൊരു പരിശോധന നടത്താൻ പിന്നെ KMCCയുടെയും ഇൻഗാസിൻ്റെയൊക്കെ നേതാക്കന്മാർ അതിൻ്റെ ശ്രമവും നടത്തുന്നുണ്ടാവും. വടകരയിലൊരു ജനപ്രതിനിധി ആവണമെങ്കിൽ പ്രവാസിക്ക് വേണ്ടി നിലപാടെടുക്കുക എന്നുള്ളതും ശബ്ദമുയർത്തുക എന്നുള്ളതും ഒരു നിർണായകമായ കാര്യമാണെന്ന് എനിക്കിപ്പോൾ അനുഭവപ്പെടുകയാണ്. ഞാൻ മുമ്പ് മത്സരിച്ച കോൺസ്റ്റിറ്റ്യുവൻസിയുടെ സ്വഭാവമല്ല. അപ്പോൾ അതും ഞാൻ പഠിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പ്രവർത്തിക്കും. പ്രവാസികൾ സത്യം പറഞ്ഞാൽ നിരന്തരം വഞ്ചിക്കപ്പെടുന്ന ഒരു സമൂഹമാണ്. എന്ന് വെച്ചാൽ അവർ നാടിന് നൽകിയത് വെച്ച് നോക്കുമ്പോൾ തിരിച്ച് അവർക്ക് ഇവിടുത്തെ ഭരണകൂടങ്ങൾ നൽകുന്നത് വളരെ വളരെ കുറവാണെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവർക്കുള്ളത് പലപ്പോഴും വാഗ്ദാനങ്ങളാണ്, പ്രഖ്യാപനങ്ങളാണ്. അതിന് വലിയ ആവേശത്തോടെ കൈയടിച്ച് അവർ സ്വീകരിക്കും. പക്ഷേ പ്രാവർത്തിക തലത്തിലേക്ക് എത്തുമ്പോൾ ആൾ വെക്കേഷന് പോകുന്നതും വരുന്നതും കഴിഞ്ഞ് അവസാനം ഇപ്പം മൃതദേഹം പോലും, അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം വന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ ആ മൃതദേഹം പോലും നാട്ടിലെത്തിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻ പോലും ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ നാടിന് നൽകിയത് അവിടുത്തെ ഭരണകൂടങ്ങൾ അവർക്ക് തിരിച്ച് നൽകിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പം അതിനിപ്പം ഞാനൊരു ഡിസിഷൻ മേക്കറൊന്നും ആവില്ല. ജയിക്കുകയാണെങ്കിൽ തന്നെ ഞാനൊരു ഡിസിഷൻ മേക്കറൊന്നും ആയിരിക്കില്ല. പക്ഷേ ഡിസിഷൻ മേക്കേഴ്സിൻ്റെ മുമ്പിൽ അത് പറയാനുള്ള ഉത്തരവാദിത്വമുള്ളവനായിരിക്കും. ഞാൻ ചെല്ലുന്നിടത്തുന്നുള്ളതല്ല. ഇന്ത്യ നിലനിൽക്കണമെന്ന് ഞങ്ങൾ പറയുന്ന ആശയത്തിനോടൊപ്പമാണ് ആൾക്കൂട്ടം വരുന്നത്. ആ പൊളിറ്റിക്സിനോടൊപ്പമാണ് ആൾക്കൂട്ടം വരുന്നത്. അവർ വോട്ട് ചെയ്യാനും ചെയ്യിപ്പിക്കാനും തയ്യാറായിട്ടാണ് വരുന്നത്. ഇവിടെ വരുന്ന ആളുകൾ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത് അതൊരു സാക്രിഫൈസാണ്. അവരൊരു കോസിന് വേണ്ടി, അപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് വേണ്ടിയല്ല, ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടി അവരെടുക്കുന്ന ഒരു എഫേർട്ടാണ്. അപ്പോൾ ഈ ആൾക്കൂട്ടത്തെ ഒരു സ്റ്റേജ് ഷോക്കോ ഇവൻറ്റിനോ വരുന്ന ആൾക്കൂട്ടമായിട്ട് നിങ്ങൾ കാണരുത്. അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട്. അവർ കൃത്യമായി ഞങ്ങൾ പറയുന്ന പൊളിറ്റിക്സിനോടൊപ്പമാണ് ആൾക്കൂട്ടം സഞ്ചരിക്കുന്നത്. അവർ തന്നെയല്ലേ വോട്ട് രേഖപ്പെടുത്തേണ്ടതും രേഖപ്പെടുത്താൻ വേണ്ടി പ്രഷറൈസ് ചെയ്യേണ്ടതും. ദേശീയ മുസ്ലിം ചമയുന്നു എന്ന് പറയുമ്പോൾ അതൊരു മോശപ്പെട്ട കാര്യം. എനിക്ക് മനസ്സിലായില്ല. ദേശീയ മുസ്ലിം, ഇവിടുത്തെ മുസ്ലിമിന് ദേശീയ ബോധമില്ലേ? ആ വാക്ക് തന്നെ എനിക്ക് എന്തർത്ഥത്തിൽ അവർ ഉപയോഗിക്കുന്നത് പറഞ്ഞു. പിന്നെ CA വിഷയത്തിൽ കേരള നിയമസഭയിൽ ഉൾപ്പെടെ പാസ്സാക്കിയ പ്രമേയത്തിൽ സംസാരിച്ച ഒരാളാണ് ഞാൻ. അതിൽ നിരവധി റാലികളിലും പരിപാടികളിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്. കോൺഗ്രസ് ഫലസ്തീൻ വിഷയത്തിലെടുത്ത നിലപാടിനെ പ്രമേയത്തിൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അത് മുഴുവൻ അതിനകത്ത് പിന്നെ കോഴിക്കോട്ടെ റാലിയിൽ ഉൾപ്പെടെ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ് ഞാൻ. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അവർക്ക് വേണ്ടി നടത്തിയൊരു ക്യാമ്പയിൻ്റെ ഉൾപ്പെടെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഒരു കോൺഗ്രസ് പ്രവർത്തനം എന്നുള്ള നിലക്ക്, ഒരു UDF പ്രവർത്തനം നിലക്ക് ഞാൻ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി അതിശക്തമായി നിലകൊള്ളുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതിനെതിരെ നരേന്ദ്രമോദിയും സംഘവും നടത്തുന്ന കടന്നുകയറ്റത്തിൽ നിരന്തരം തെരുവിലും അല്ലാതെയും പ്രതികരിക്കുന്ന ഒരാളാണ്. ആ ആശയം പാലക്കാട് ഒരു അക്കൗണ്ട് തുടങ്ങാൻ ശ്രമിച്ചപ്പോൾ പാലക്കാട്ടെ മതേതര ജനവിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടി അതിനെ തടയിടാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് CPMൻ്റെ പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഞാൻ കരുതുന്നില്ല. വടകരയിലെ ജനങ്ങൾക്ക് എന്തായാലും അക്കാര്യത്തെ സംബന്ധിച്ച് ബോധ്യമുണ്ട്. ഇപ്പോൾ CA ഉൾപ്പെടെയുള്ള ആദ്യമായിട്ട് പ്രതികരിച്ച, ആദ്യം പ്രതിഷേധ റാലികൾ ഉൾപ്പെടെ നടത്തിയ സ്ഥാനാർത്ഥികൾ ഒരാളാണ് ഞാൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാത്രമല്ല, ഇതിന് മുമ്പും നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം അത് അവരിങ്ങനെ ചില നേതാക്കന്മാർ തരാതരം പോലെ ചില വീടുകളിൽ അത് പറയുക, വേറെ ചില വീടുകൾ മറിച്ച് പറയുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാപ്പരത്വം അവിടെ കണ്ടുവരുന്നതായിട്ട് പലരെയും ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ക്ലിയർ ആയിട്ടുള്ള പൊളിറ്റിക്സ് പറഞ്ഞ് ജയിക്കാൻ കഴിയാത്തപ്പോൾ ഒരു ചട്ടക്കൂടിലേക്ക് ചിലയിടത്ത് തന്നെ ഒതുക്കാനും വേറെ
ചിലയിടത്ത് ആ ചട്ടക്കൂടിലില്ല എന്ന് പറയാനൊക്കെ ശ്രമിക്കുന്നത് ശരിക്കും ഒരു ശരിയായ രാഷ്ട്രീയമല്ല. മാത്രമല്ല BJPയുടെ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒരിക്കലും ജയിക്കില്ല എന്ന് BJP സ്റ്റേറ്റ് പ്രസിഡന്റ് പറയാണ്. എൻ്റെ BJP വിരുദ്ധതക്ക് CPMൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഞാൻ അവരെ നേരിട്ട് പരാജയപ്പെടുത്തിയിട്ടില്ല. ഞാൻ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പാലക്കാട്ടെ ജനങ്ങൾ അതിനോടൊപ്പം നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് വടകരയിലെ ജനങ്ങളോടും എന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ 3 ടേം ജയിച്ച മണ്ഡലം പിന്നെ ഞാനൊരു മതത്തിൻ്റെ പ്ലസ്സിൽ ജയിച്ച മണ്ഡലമല്ല, ഞാൻ മതേതരത്വത്തിൻ്റെ പ്ലസ്സിലാണ് ജയിച്ചത്. അതുതന്നെയാണ് എൻ്റെ രാഷ്ട്രീയം. വടകരയിൽ ഞാൻ തുടരുന്ന രാഷ്ട്രീയം അതുതന്നെയായിരിക്കും. എൻ്റെ മുമ്പിൽ വരുന്ന ഒരാളുടെ ജാതിയോ മതമോ ആയിരിക്കില്ല എൻ്റെ മാനദണ്ഡം. അവരുടെ അവകാശങ്ങളും അവർക്ക് വേണ്ടി എടുക്കേണ്ട നിലപാടുകളുമായിരിക്കും. സോഷ്യൽ മീഡിയയിലും അല്ലാത്തടത്തുമൊക്കെ എന്തെങ്കിലും പ്രചരണങ്ങൾ നടക്കേണ്ടത് ശരിയല്ല. പിന്നെ എതിർ സ്ഥാനാർത്ഥിയെ ഇപ്പം നിങ്ങളുടെ നാട്ടിലെ എന്തോരം തവണ എന്നോട് അഭിപ്രായം ചോദിച്ചു, എന്തെങ്കിലും ഒരു വാക്ക് മോശപ്പെട്ട ഞങ്ങളുടെ ആരുടെയിൽ നിന്നാവുമെന്ന് വരും നിങ്ങൾ കണ്ടോ? ആക്ഷേപകരമായിട്ട് എന്തെങ്കിലും. ഇനി മറിച്ചൊരു കാര്യം ആലോചിക്കുക, എനിക്കെതിരെ ആയിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും UDF സ്ഥാനാർത്ഥിക്കെതിരെ ആയിരുന്നു ഈ ആരോപണത്തിൻ്റെ ഒരു അംശമെന്ന് നിങ്ങൾ വിചാരിക്കുക. എന്തെല്ലാം തരത്തിലുള്ള പിന്നെ അവഹേളനത്തിന് ആ സ്ഥാനാർത്ഥി പാത്രമാവേണ്ടി വന്നിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എത്ര ബോർഡുകൾ വടകരയിൽ പൊന്തിയിട്ടുണ്ടാവും, എത്ര നവമാധ്യമങ്ങൾ എത്ര അധിക്ഷേപകരമായി പിന്നെ ഇവിടെ കേരളത്തിലെ മുഴുവൻ UDF നേതാക്കന്മാരുടെയും പ്രതികരണങ്ങൾ നിങ്ങളെടുത്തോ? ആരാണ് അധിക്ഷേപകരമായിട്ട് അവരോട് പ്രതികരിച്ചിട്ടുള്ളത്? ഞങ്ങളെല്ലാ സ്ഥാനാർത്ഥികളും ബഹുമാനത്തോടെ നോക്കി കാണുന്നതാണ്. പക്ഷെ ഒരൊറ്റ ചോദ്യം അവശേഷിക്കുന്നു, ആ ഉയർന്ന ആരോപണത്തിൻ്റെ ഒരു അംശമെങ്കിലും ഒരു UDF സ്ഥാനാർത്ഥിക്കെതിരെ ആയിരുന്നെങ്കിൽ പാവപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ ചെയ്താൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അധിക്ഷേപത്തിന് മറ്റൊരാളെ ഉപദേശിക്കാൻ CPMന് ഇപ്പം തൽക്കാലം കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അവരുടെ സാധാരണ അണികളുണ്ട്. പിന്നെ ഇതിലെ CPMലെ ഇടത് സ്വഭാവം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന അണികളുടെ എണ്ണം അപ്പുറത്ത് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരോട് സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള മറുപടി പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇപ്പം കോൺഗ്രസിനെ നിരന്തരം വിമർശനമാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെ. CPMൻ്റെ സാധാരണ അണികൾ തന്നെ കാത്തിരിക്കുന്നു നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞൊരു വിമർശനം പിണറായി വിജയൻ അവസാനം നടത്തിയതിൻ്റെ ഡേറ്റ് പറഞ്ഞ് പേര് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ് 100 ചോദ്യം പിന്നെ മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞൊരു വിമർശനം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇയാളൊരു ഹോളിവുഡ് നടനെ വെല്ലുന്ന അഭിനേതാവാണ്, അയാളുടെ ആത്മാവിൽ EDയും EVM ആണെന്ന് വരെ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത്രയും ഷാർപ്പായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ പറഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞ് അവസാനം നടത്തിയ വിമർശനം എന്നായിരുന്നു? ഓർമ്മയുണ്ടോ? ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പറ. ഇപ്പോൾ CA ഉൾപ്പെടെ വന്നല്ലോ, എന്താ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞൊന്ന് ക്രിട്ടിസൈസ് ചെയ്യാത്ത? എനിക്കിത് ഒരു ലേണിംഗ് എക്സസൈസ് കൂടിയാണ് കേട്ടോ. ഇത്രയും ആളുകൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. ഇപ്പോൾ കാണാൻ വന്നവരൊക്കെ വിരലിലെണ്ണാവുന്ന ഒഴികെ ബാക്കി എല്ലാം സാധാരണക്കാരല്ലേ, നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടതല്ലേ. പണിക്ക് വന്നവർ ഇപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ പിന്നെ ഷാഫിഖ നൈറ്റിന് കയറേണ്ടതാ, ഒന്നും ഇങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനാണ്, അല്ലെങ്കിൽ വന്നിട്ട് രാവിലെ നേരത്തെ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനാന്ന് പറയുന്നത്. അങ്ങനെ സാധാരണക്കാരനെ വരുന്നത്. അപ്പം അവരുൾക്കൊള്ളുന്ന ഒരു പ്രദേശത്തെ ജനപ്രതിനിധി ആവാമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി അതിശക്തമായി നിലകൊള്ളുക എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് വന്നു ചേർന്നിരിക്കുകയാണ്. ഞാനത് പൂർണ്ണമായും മനസ്സിലാക്കുന്നു. അവർക്ക് വേണ്ടി, പ്രവാസികൾക്ക് വേണ്ടി ശബ്ദിച്ചില്ല അല്ലെങ്കിൽ ശബ്ദിക്കാത്തവരുടെ പട്ടികയിൽ അവരൊരവസരം തന്ന എന്നെ അവർ കാണില്ല, അത് ഉറപ്പാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.